എല്ലാവർക്കും നമസ്കാരം. ഇന്നലത്തെ അതായത് ഡിസംബർ 31 മനോരമ നിങ്ങൾ കണ്ടു. പുതിയ കാലത്തിൻ്റെ പുതിയ വാക്കായി മനോരമ കണ്ടെത്തിയ 2024 വാക്ക് ഏതാണ് എന്ന് നിങ്ങൾക്കറിയാമോ? തന്ത വൈബ്. എങ്ങനെയുണ്ട്? തന്ത എന്ന മലയാള വാക്കിനൊപ്പം വൈബ് എന്ന ഇംഗ്ലീഷ് വാക്ക് ചേർത്താണ് ഈ വാക്ക് രൂപപ്പെട്ടതെന്നും മനോരമ പറയുന്നുണ്ട്. തീർന്നില്ല. സമാന അർത്ഥത്തിൽ തള്ള വൈബും ഇപ്പോൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ടത്രേ. തന്ത വൈബ് എന്ന വാക്കിനൊപ്പം എന്നാണ് മനോരമ പറയുന്നത്. എന്ന് വെച്ചാൽ തന്ത എന്ന വാക്ക് നമ്മൾ മലയാളത്തിൽ അച്ഛൻ എന്ന അർത്ഥത്തിൽ നിരന്തരം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വാക്ക് ആണ് എന്നാണ് മനോരമയുടെ വിവക്ഷ. എൻ്റെ സുഹൃത്തിൻ്റെ അച്ഛനെ കാണുവാൻ രാവിലെ അവൻ്റെ വീട്ടിൽ ചെന്നിട്ട് എടാ നിൻ്റെ തന്ത ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചാൽ എന്തായിരിക്കും ഫലം? ഇത് തന്നെ തള്ളയ്ക്കും ബാധകമാണ് കേട്ടോ. നമ്മുടെ ചെറുപ്പക്കാരുടെ ഈ പുതിയ വാക്ക് അവർ വീട്ടിൽ പോയി അവരുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ ആരെങ്കിലും വിളിക്കുമോ? അമ്മയോട് ആരെങ്കിലും ചോദിക്കുമോ തള്ളയെ തന്ത വന്നില്ലേ എന്ന് ചോദിക്കുമോ? ലക്ഷക്കണക്കിന് വായനക്കാരുടെ നിർദ്ദേശങ്ങളിൽ നിന്നും മനോരമ പത്രാധിപ സമിതി തയ്യാറാക്കിയ ചുരുക്കപ്പട്ടികയിൽ നിന്നും അതെല്ലാം പരിശോധിച്ച് അവരുടെ വിദഗ്ധ സമിതിയാണ് ഈ വാക്കുകളെ തിരഞ്ഞെടുത്തത് എന്നാണ് ഇപ്പോൾ മനോരമ പറയുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ? ഈ വാക്കിന് കൊള്ളില്ല എങ്കിൽ കുറ്റം ലക്ഷക്കണക്കിന് വായനക്കാർക്കും പിന്നെ തിരഞ്ഞെടുത്ത വിദഗ്ധ സമിതിക്കും. അപ്പോൾ മനോരമയുടെ കുഴപ്പമൊന്നുമല്ല, ആരും തെറ്റിദ്ധരിക്കരുതേ. ഇനി ഈ വിദഗ്ധ സമിതിയിൽ ആരൊക്കെയാണെന്ന് നോക്കാം. ബഹുമാനപ്പെട്ട കേരള സ്പീക്കർ ശ്രീ AN ഷംസീർ, MP ശ്രീ ഷാഫി പറമ്പിൽ, ശ്രീ അഖിൽ P ധർമ്മജൻ, ഇയാൾ ആരാണെന്ന് എനിക്കറിയില്ല കേട്ടോ, ശ്രീമതി R രാജശ്രീ, ഇവരും ആരാണെന്ന് എനിക്കറിയില്ല, ശ്രീ സലീം കുമാർ, ശ്രീ രമേശ് പിഷാരടി. ഈ 2024 മലയാളം വാക്കിൻ്റെ തെരഞ്ഞെടുപ്പിൽ സ്പീക്കറോട് എനിക്ക് ബഹുമാനം തോന്നുന്നു. കാരണം അദ്ദേഹം എന്തായാലും ഈ തന്ത വൈബിനെ സെലക്ട് ചെയ്തില്ല. ബാക്കിയുള്ളവരെല്ലാം കൂടിയാണ് തന്ത വൈബിനെ തിരഞ്ഞെടുത്തത്. തന്ത എന്ന വാക്ക് തമിഴിൽ സാധാരണമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണെങ്കിൽ മലയാളത്തിൽ അങ്ങനെയല്ല. ശബ്ദസാഗരം തന്നെ തന്ത എന്ന വാക്കിന് കൊടുക്കുന്ന അർത്ഥം അച്ഛൻ എന്നാണെങ്കിലും അവർ ബ്രാക്കറ്റിൽ ആധുനിക മലയാളത്തിൽ ആക്ഷേപാർത്ഥത്തിൽ അധികം പ്രയോഗം എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ തന്ത എന്ന വാക്ക് ആക്ഷേപാർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ അല്ലേ? ഏതോ വിവരമില്ലാത്ത പിള്ളേരെ എന്തൊക്കെയോ വിവരക്കേട് എഴുന്നള്ളിച്ചാൽ അതെല്ലാം ശരിയാണ്, അതാണ് പുതിയ കാലഘട്ടത്തിൻ്റെ പുതിയ കാലത്തിൻ്റെ പുതിയ വാക്ക് എന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ അച്ചു നിരത്തിയാൽ സഭ്യമായ ഭാഷയിൽ നമ്മൾ മലയാളികൾ പറയും അതങ്ങ് പള്ളിയിൽ പറഞ്ഞാൽ മതി എന്ന്. നാളെ തന്തയില്ലായ്മ, തന്തയാൻ, തന്തപ്പടി, അങ്ങനെ തന്ത ചേർത്ത് ഏതൊക്കെ വാക്കുകൾ എന്തൊക്കെ വാക്കുകളുണ്ടോ അതെല്ലാം മനോരമ പറയുന്നത് പോലെ പുതിയ കാലത്തിന് യോജിക്കാത്ത നിലപാടുകൾ സ്വീകരിക്കുന്നവരെ വിമർശന ബുദ്ധിയാ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പെട്ടുപോവുകയുള്ളൂ അല്ലേ? തള്ളവൈബും ഇങ്ങനെ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനോരമ പറയുന്നത്. ആരെങ്കിലും അച്ഛൻ്റെയും അമ്മയുടെയും പേര് അറിയുവാൻ തന്തയുടെയും തള്ളയുടെയും പേര് പറയടേ എന്ന് ചോദിച്ചാൽ ഒഫൻഡഡ് ആകരുത് കേട്ടോ. കാരണം ഇത് പുതിയ കാലത്തിൻ്റെ വാക്കാണ്. ഇനി വേറൊരു കാര്യം പറയാം. നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കാണും. മനോരമയ്ക്ക് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്ന് മനോരമ പത്രത്തിലെ മലപ്പുറം എഡിഷനിൽ എന്നെപ്പറ്റി ഒരു വാർത്ത വന്നു. എൻ്റെ ഏറ്റവും നല്ലൊരു ഫോട്ടോ വെച്ചിട്ട് എന്നെ കൃത്യമായി ഞാനാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വളരെ വ്യക്തമായൊരു ഫോട്ടോ വെച്ചിട്ട് നടൻ മണികണ്ഠൻ അറസ്റ്റ്. കേസ് തുടർന്ന് വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഞാനല്ല, വേറൊരു മണികണ്ഠനാണ്. കള്ളപ്പണമാണ് വിഷയം. അപ്പോൾ മനോരമയ്ക്ക് എൻ്റെ പടം കണ്ടാൽ അറിയില്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. മനോരമയ്ക്ക് അറിയാത്ത ഒരാളാണോ ഞാനെന്ന് സംശയിച്ചു പോവുകയാണ്. എന്തായാലും അതെന്നെ വളരെയധികം ബാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ ഈ വാർത്ത അറിയുന്നത് ഇവിടെ ആരെങ്കിലും പറഞ്ഞല്ല. അടുത്ത മാസമൊക്കെ ആയിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു സിനിമ, ഒരു തമിഴ് സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിച്ചു. അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്, എന്റെ നമ്പർ അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നിരന്തരം സംസാരിക്കാറുള്ളതാണ്. അപ്പോൾ കുറച്ചായിട്ട് ഒരു 1-2 ആഴ്ചയായിട്ട് വിളിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ ഞാൻ സിനിമയുടെ കാര്യങ്ങൾ പറയാനാണെന്ന് വിളിച്ചു. ഹലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ സൈലന്റ് ആണ്. അത് കഴിഞ്ഞ് ഞാൻ ഹലോ സാർ എപ്പി இருக்கீங்க, நல்லா இருக்கீங்களா, சொல்லுங்க ഹലോ എന്ന് പറഞ്ഞപ്പോൾ ഇത് മണികണ്ഠനാ? അതെ മണികണ്ഠനാണ് എന്ന് പറഞ്ഞപ്പോ இல்ல நீங்க உங்களை அரெஸ்ட் பண்ணிட்டாங்கன்னு சொல்லி ஒரு நியூஸ் வந்து கேரளாவில் எனக்கு ஒரு ஃப்ரெண்ட் இருக்காரு, அவர் அனுப்புனாரு. அப்படிதான் நான் உங்களுக்கு கால் பண்ண, അത് ഉണ്മയാണെന്ന് தெரிஞ்சுக்கிறதுக்கு എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിഷയം അറിയുന്നത്. അപ്പോൾ അവർക്ക് വിളിക്കാൻ തോന്നിയത് കൊണ്ട് അവർക്ക് മനസ്സിലായി ഞാനല്ലാന്ന്. അവരാ സമയത്ത് ആ നടൻ അറസ്റ്റിലായി, നമുക്ക് വേറെ ഒരാളെ കാസ്റ്റ് ചെയ്യാമെന്ന് ആലോചിച്ചിരുന്നെങ്കിൽ എൻ്റെ ഒരവസരവും നഷ്ടപ്പെട്ടേനെ. അപ്പൊ ഇനി എത്ര അവസരങ്ങൾ നഷ്ടപ്പെടുമെന്നൊന്നും എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ സത്യാവസ്ഥ നിങ്ങളെ
അറിയിക്കണം, ജനങ്ങളെ അറിയിക്കണം എന്ന് കരുതിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഇത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും. കാരണം എൻ്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് ഞാനൊരു ചീത്തപ്പേരും ഉണ്ടാക്കിയിട്ടില്ല. അത് ഉണ്ടാക്കാതിരിക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഉണ്ട്. അപ്പോൾ വളരെ നിസ്സാരമായിട്ട് എനിക്കൊരു ചീത്തപ്പേരുണ്ടാക്കി തന്ന, വളരെ എളുപ്പത്തിൽ ചീത്തപ്പേരുണ്ടാക്കി തന്ന മനോരമയ്ക്ക് ഒരിക്കൽ കൂടി ഒരു നല്ല നമസ്കാരവും നന്ദിയും പറഞ്ഞുകൊണ്ട് നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചുകൊള്ളുന്നു. ശരി. കേട്ടില്ലേ? മലയാളത്തിലെ എല്ലാവരും അറിയുന്ന ഒരു നടനാണ് ശ്രീ മണികണ്ഠൻ. കമ്മട്ടിപ്പാടം എന്ന സിനിമയിലൂടെയാണ് അദ്ദേഹം മലയാള ചലച്ചിത്ര ലോകത്തേക്ക് എത്തുന്നത് തന്നെ. നല്ല പേരും പ്രശസ്തിയും ഒക്കെ ഉള്ള ഒരു നടനാണ് അദ്ദേഹം. 2016 ഏറ്റവും നല്ല ക്യാരക്ടർ നടനുള്ള സ്റ്റേറ്റ് അവാർഡും കമ്മട്ടിപ്പാടത്തിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. 30-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു നടനായ ശ്രീ മണികണ്ഠന് സൂപ്പർ സ്റ്റാർ രജനീകാന്തിൻ്റെ പേട്ടയിലും അഭിനയിക്കുവാൻ അവസരം ലഭിച്ചിരുന്നു. അങ്ങനെയുള്ള മണികണ്ഠനെ പോലെയുള്ള ഒരു നടൻ്റെ ഫോട്ടോയും കൊടുത്ത് ഒരു വ്യാജ വാർത്ത കൊടുക്കുവാൻ മനോരമയ്ക്ക് എങ്ങനെ സാധിച്ചു? ആ ഒരു വാർത്ത കാരണം അദ്ദേഹത്തിന് ഉണ്ടാകാനിടയുള്ള നഷ്ടം, അല്ലെങ്കിൽ ഉണ്ടായ നഷ്ടം ഇവർ വിചാരിച്ചാൽ തീർക്കാൻ കഴിയുമോ? അതെല്ലാം പോട്ടെ, ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ പടം വെച്ച് ഇവർ ഇങ്ങനെ ഒരു വാർത്ത ചെയ്യുമോ? മനോരമ തന്നെ മറുപടി പറയണം. ഞാൻ ജേർണലിസം ഒന്നും പഠിച്ചിട്ടില്ല. പത്രധർമ്മം എന്താണെന്ന് എനിക്ക് അറിയാനും വയ്യ. പണ്ടെന്നോ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എഴുതിയ പത്രധർമ്മം എന്ന ഒരു ഉപന്യാസം പഠിച്ചതായിട്ട് ഓർമ്മിക്കുന്നുണ്ട്. അങ്ങനെയാണ് പത്രധർമ്മം എന്ന വാക്കുമായി എനിക്കുള്ള ഏക ബന്ധം. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഇതൊന്നും പത്രധർമ്മമല്ല എന്ന്. മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞു പഠിപ്പിച്ച ഒരു സംസ്കാരമുള്ള നാട്ടിലാണ് മാതാവിനെയും പിതാവിനെയും അധിക്ഷേപിക്കുന്ന സംസ്കാരശൂന്യമായ സഭ്യമല്ലാത്ത ഇത്തരം പ്രയോഗങ്ങൾ നിങ്ങളെപ്പോലെയുള്ള പത്രമുത്തശ്ശിമാർ പ്രചരിപ്പിക്കുന്നത്. ഇതാണോ നിങ്ങൾ പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന സന്ദേശം? ഭാഗ്യം ചുരുളി സിനിമ ഇറങ്ങിയ സമയത്തായിരുന്നു മനോരമ ഇങ്ങനെയൊരു അന്വേഷണം നടത്തിയിരുന്നത് എങ്കിൽ ഏതൊക്കെ വാക്കാകുമായിരുന്നു പുതിയ കാലത്തെ മലയാളത്തിൻ്റെ പുതിയ വാക്ക് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഊഹിച്ചാൽ മതി. സഭ്യമല്ലാത്ത ഒരു വാക്കാണ് മലയാളിക്ക് തന്ത. എന്നാലോ പത്രത്താളുകളിൽ പ്രധാനപ്പെട്ട പേജിൻ്റെ പകുതി ഭാഗം ഈ ഒരു തന്ത വൈബിനെ മലയാളത്തിലെ പുതിയ കാലത്തിൻ്റെ പുതിയ വാക്ക് എന്നൊക്കെ നോർമലൈസ് ചെയ്ത് പറഞ്ഞു വയ്ക്കുന്നത് മലയാളിയുടെയും മലയാള മാധ്യമങ്ങളുടെയും സാംസ്കാരിക ശോഷണം എന്നല്ലാതെ എന്താണ് പറയുവാൻ പറ്റുക? പത്രം വായിക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ദിവസം പ്രതി അത് വളരെ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ ഒരു കാര്യത്തിൽ ആശ്വാസകരമായി എനിക്ക് തോന്നിയ ഒരേ ഒരു കാര്യം. തന്ത വൈബുണ്ടെങ്കിൽ പിന്നെ തന്തയില്ലായ്മ വൈബും ഉണ്ടാകുമല്ലോ അല്ലേ? ഇതിനൊക്കെ അതല്ലാതെ എന്തോന്ന് പറയാൻ? ലേശം ഉളുപ്പ് അത് പത്രങ്ങൾക്കുമാകാം. നന്ദി, നമസ്കാരം.